കുട്ടിക്കാലം മുതൽ തന്നെ അർജന്റീനയുടെയും അതുപോലെ മറഡോണയുടെയും മെസ്സിയുടെയൊക്കെ കടുത്ത ആരാധന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയൊരു ആശങ്കയോടെയാണ് ഞാൻ തുടക്കം മുതലേ ഇതിനെ നോക്കിക്കണ്ടത്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ടീം, അതിലെ പ്ലേയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ക്ലബ്ബുകളിൽ നല്ല എമൗണ്ടിന് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതുപോലെ ടീം ആയിക്കോട്ടെ പ്ലേയേഴ്സ് ആയിക്കോട്ടെ ബിസി ഷെഡ്യൂളാണ് ഉള്ളത്. ഞാനത് വളരെ അധികം അതുകൊണ്ടാണ് ഇത് വളരെ ആശങ്കയോടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനിന്റെ കുറിച്ച് ഒന്ന് വിശദമായി പഠിക്കണമായിരുന്നു. അവർക്ക് ഇതിനു വേണ്ട ശേഷിയുണ്ടോ, അവർക്കിത് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് അത് വിശദമായി പഠിക്കേണ്ടിയിരുന്നു. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്പോൺസേഴ്സിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ഉണ്ടായി എന്ന് വിശദമായി പഠിച്ച് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് റഫി, ഒരു കാര്യം കൂടെ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇത്രയും വലിയൊരു ടീമിനെ എന്താ പറയുക, ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലെത്തുന്ന ഈ ഒരു അർജന്റീൻ ടീമിനെ സ്വാഗതം ചെയ്യാൻ കേരളം ഒരുങ്ങിയിരുന്നു എന്നും കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? കാരണം സാമ്പത്തികമായി മാത്രമല്ല, അത്രയധികം അദ്ദേഹം പോലൊരു വ്യക്തി കേരളത്തിൽ വരിക എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം കാണികൾ എത്തും. അതിനെ പോലും നിയന്ത്രിക്കാൻ നമുക്കറിയാം, ചെറിയൊരു സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം വെച്ചാൽ പോലും അതിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. പല അപകടങ്ങളും കണ്ടിട്ടുണ്ട്. അതുപോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സർക്കാരാണ് ഇത്ര വലിയൊരു ഭീമൻ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വാഗ്ദാനമൊക്കെ കായിക പ്രേമികൾക്ക് നൽകുന്നത്. അത് ശരിയാണോ? ഇവിടെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ ശ്രദ്ധയാർഹിച്ച് കേരളത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഈ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വരവിനെ ഞാൻ നോക്കിക്കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് 100 കോടി രൂപ മുടക്കുന്നത് വേറെ വല്ല മറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കാനോ മറ്റു പ്രവർത്തനങ്ങളിലേക്കോ മാറ്റിക്കൂടെ എന്ന്. ഫുട്ബോളിന് അല്ലെങ്കിൽ സ്പോർട്സിന് പൈസ ഇറക്കാൻ അതിന് ഇറക്കുന്നതിനെതിരെ നമ്മുടെ സ്പോർട്സിലെ തന്നെ പല വ്യക്തികളും അല്ലെങ്കിൽ മുൻകാല അത്ലറ്റിക്സുകളും സ്പോർട്സ് താരങ്ങളും തന്നെ എതിര് വന്നത് വളരെ മോശമായി എന്നുള്ളതാണ് അഭിപ്രായം. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പ്രതിച്ഛായ വഹിക്കുന്ന ചെറിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ടീം വരുമോ ഇല്ലയോ എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.